ഓമയ്ക്ക കൊണ്ട് ഈ രീതിയിലൊരു ഫ്രൈ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയെക്കാട്ടിലും ഇഷ്ടമുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ ഈ ഓമയ്ക്ക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓമയ്ക്ക ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ചൊന്നും വേണ്ട. ഈ ഒരു പരുവത്തിൽ തന്നെ ഇരുന്നോട്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓമയ്ക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവനവൻ്റെ ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാകും. അപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓമയ്ക്ക വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇപ്പോൾ ഞാനൊരു ചട്ടിയുടെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഓമയ്ക്ക വെന്ത് കുഴഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനൊരു 1/4 ഭാഗത്തോളം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ഉപ്പിൽ പറ്റിച്ചെടുക്കാം. ഞാൻ എല്ലാത്തരം മെഴുക്കുവരട്ടികളും ഇതുപോലെ ഉപ്പിൽ പറ്റിച്ച് എടുത്തിട്ടാണ് മെഴുക്ക് പുരട്ടുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയുടെ അളവ് കുറഞ്ഞിരിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്യുക. ചിലവർ മെഴുക്കുവരട്ടി പുരട്ടാൻ നേരം ഇങ്ങനെ ഉപ്പിൽ പറ്റിക്കാതെ ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ട് ചെറുതായിട്ട് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് മെഴുക്കുവരട്ടിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മെഴുക്ക് പുരട്ടാൻ ഇത്രയും വെളിച്ചെണ്ണ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതീയിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ആവശ്യത്തിന് തന്നെ മുരിഞ്ഞെടുക്കും. ഒരു അല്പം സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. അപ്പം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഓപ്ഷണലാട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളുടെ എണ്ണയ്ക്കകത്ത് നമ്മളുടെ ഉപ്പി പരിച്ച് വെച്ചിട്ടുള്ള ഓമയ്ക്ക ചേർത്ത് കൊടുക്കാം. പക്ഷേ കടുക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സാക്കി കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിന് ശേഷം നമ്മളിത് ഉപ്പിപ്പരിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഓമയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പിപ്പരിച്ചതിൽ നിന്ന് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി പകുതി ഞാൻ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നമുക്ക് മെഴുക്കുവരട്ടിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെറുതീയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് കരിയാതെ മൊരിയിച്ചെടുക്കേണ്ടതാണ്. ഒരു 7-8 മിനിറ്റ് ഇതുപോലെ ചെറുതീയിൽ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മളുടെ മെഴുക്കുവരട്ടി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓമയ്ക്ക ഫ്രൈ ആണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ചോറിനൊപ്പം കഴിക്കാൻ ഒരു അടിപൊളി സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.